ഇനി മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. അതിന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം തയ്യാറാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നു. എറണാകുളം കാക്കനാടാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിലുണ്ട്, വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഹാൽ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നു. അങ്ങനെ മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് വാർത്താ സമ്പന്നമാണ്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ വിഷ്ണു? ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ ഇന്ന് വാർത്തകളാൽ സമ്പന്നമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിൽ കോളറ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കാക്കനാട് താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആ പരിസരം ഒന്നാകെ, ഇയാൾ താമസിച്ചിരുന്ന മേഖല ഒന്നാകെ വിവിധ പരിശോധനകൾക്ക് വേണ്ടി വിധേയമാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരാശങ്കയാണ്, പക്ഷേ അത്തരത്തിൽ അങ്ങനെ പൂർണ്ണ രീതിയിലേക്കുള്ള ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യമല്ല. എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, ഇന്ന് മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രണ്ട് പരിപാടികളാണുള്ളത്. ഒന്ന് റീകോഡ് കേരള 2031 വിഷൻ കേരളയുടെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ കേരളം എത്രത്തോളം മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ആദ്യത്തെ പരിപാടി അതാണ്. മറ്റൊന്ന്, ലീലാവതി ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങാണ്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ സാധ്യത ജില്ലയിലുണ്ട് എന്നാണ്. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധത്തിന് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി എത്തിയ ഘട്ടത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ, കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. ഒന്ന്, ഇനി കോടതിയിൽ നിന്നുള്ള വാർത്തയാണ്. ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ഹാൽ സിനിമയുടെ വിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൽ വിവാദങ്ങൾക്ക് ഇന്ന് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ജസ്റ്റിസ് VG അരുണും ഇതിൽ എതിർകക്ഷികളായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളും CBFCയുടെ പ്രതിനിധികളും ഒക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ട ശേഷമാണ് ഹർജി പരിഗണിക്കുന്നത്. അതുകൊണ്ട് ആർക്കായിരിക്കും ഇതിൽ അനുകൂലമുണ്ടാകുക, ഈ വാദം സെൻസർ ബോർഡ് പറയുന്ന വാദമാണോ ശരി, അണിയർ പ്രവർത്തകർ പറയുന്ന വാദമാണോ ശരി എന്നൊക്കെ കോടതിക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. കോടതി ചിത്രം കണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോകുക. വിധി എന്ന് പറയുമെന്ന് അറിയില്ല, പക്ഷേ പരാമർശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, തൃശ്ശൂരിൽ ഇന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന നടപടിയും ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തൃശ്ശൂർ മഴയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂരിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. TK. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.